വളർത്തുനായേക്കാൾ സ്നേഹം കാണിക്കുന്ന വേറെ ആരുണ്ടല്ലേ? യജമാനു വേണ്ടി ജീവൻ പോലും അപകടത്തിലാക്കുന്ന നായ്ക്കളുടെ എത്രയോ കഥകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കേട്ടിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വീട്ടിലെ കുട്ടികളെ ആക്രമിക്കാൻ എത്തിയ പാമ്പിനെ കടിച്ചു കുടയുന്ന വളർത്തുനായയാണ് ഇതിൽ കാണുന്നത്. കാണാം. अबे रूम में चला जाएगा प्रीतम जल्दी। കൂടുതൽ കാര്യങ്ങൾ സന്ധ്യാപ്രഭ നമ്മളോട് പറയും. സന്ധ്യ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും പറയുന്നത് ആ വീഡിയോ കാണുമ്പോൾ അതിനുള്ളിലുള്ള ഒരു കൗതുകത്തെ കുറിച്ചാണ്. ഇതിപ്പോൾ ആ പിടിവലി കാണുമ്പോൾ പോലും നമ്മൾ മനസ്സിൽ പറയുന്നത് ഈശ്വര, നായെ പാമ്പ് കടിച്ചോ എന്നുള്ളതായിരിക്കും അല്ലേ? എന്തായിരുന്നു സംഭവം? തീർച്ചയായും പൂജ, ഇത് ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നായയോളം മനുഷ്യനോട് അത്രയും അടുപ്പം കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന മറ്റൊരു മൃഗമില്ലല്ലോ അല്ലേ? എനിക്ക് ശരിക്കും ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത്, പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും, ഈ കീരിയുടെ കഥ. കീരിയുടെയും പാമ്പിൻ്റെയും, ഒരു കുഞ്ഞിനെ നോക്കാൻ കാവലിരുന്ന കീരി പാമ്പ് ഇഴഞ്ഞു വരുന്നത് കാണുമ്പോൾ ആ പാമ്പിനെ ആക്രമിച്ച് കൊല്ലുന്ന ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേ സ്നേഹം, ആ കഥയിലെ ആ കീരിയുടെ അതേ സ്നേഹം തന്നെയായിരിക്കും ഇതിലെ നായയ്ക്കും ആ കുട്ടികളോട് തോന്നിയതും ഈ പാമ്പിനെ കടിച്ചു കീറാൻ വന്നതും ഒക്കെ. ഇതെന്തായാലും ഈ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ നായയുടെ സ്നേഹത്തെ പറ്റി എല്ലാവരും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഈ നായ എന്ന് പറയുന്നത് പിറ്റ്ബുൾ ഇനത്തിലെ നായയാണ്. അപ്പോൾ പിറ്റ്ബുളിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പിറ്റ്ബുൾ എന്ന് പറയുന്നത് ഇന്ത്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ള ഒരു നായയാണ്. കാരണം അത് അത്രയും അഗ്രസീവായിട്ടുള്ള, അപകടകാരിയായിട്ടുള്ള ഒരു നായയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഈ സംഭവം നടക്കുമ്പോൾ ശരിക്കും ഈ പാമ്പ് ഇഴഞ്ഞു വരുന്നത് കണ്ട് കുട്ടികൾ പേടിച്ച് നിലവിളിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് കെട്ടിയിട്ടിരുന്ന നായ തുടല് പൊട്ടിച്ച് വന്ന് ഈ പാമ്പിനെ പിടികൂടുകയാണ് ഉണ്ടായത്. നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, പിറ്റ്ബുൾ വളരെ അപകടകാരിയാണ്. നിരോധിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് പിറ്റ്ബുൾ അത് യജമാനനാണെന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കാതെയായിരിക്കും ആക്രമിക്കുന്നത്. സന്ധ്യ, അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് നേരെ വിപരീതമാണ് എന്നുള്ളത് കൂടിയാണ് അല്ലേ സന്ധ്യ? ശരി, ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഓരോ വളർത്തുനായ്ക്കളായാലും വീട്ടിൽ വളർത്തുന്ന മറ്റു മൃഗങ്ങളൊക്കെ ആയാലും എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളൊരു കാര്യം, അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്.